നമസ്കാരം. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ, ആരോഗ്യത്തെക്കുറിച്ച് അറിവ് സമ്പാദിക്കാൻ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് ലൈഫിലേക്ക് സ്വാഗതം. ആവശ്യത്തിനും അനാവശ്യത്തിനും ആർഭാടത്തിനുമൊക്കെ ഹോട്ടൽ ഭക്ഷണം പതിവാക്കുന്ന നമ്മൾ ആശങ്കയോടെ അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് ഇന്ന് ഗുഡ് ലൈഫിൽ. മലയാളികളുടെ തീന്മേശകൾ ഹോട്ടലുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാലം കുറച്ചായി. ആഘോഷവേളകളിലെ ആർഭാടത്തിനപ്പുറം ഈറ്റിംഗ് ഔട്ടുകൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി. വീട്ടിലൊരു അതിഥി വന്നാൽ പോലും ഹോട്ടലിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. ദിവസവും ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ രാത്രി ഭക്ഷണം ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങി പോകുന്നവരും ധാരാളമാണ്. പല വീടുകളിലും ഹോട്ടൽ ഭക്ഷണം ചൂടാക്കി കഴിക്കാനുള്ള ഇടം മാത്രമാണ് ഇപ്പോൾ അടുക്കളകൾ. മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ 2 പതിറ്റാണ്ടുകൾക്കിടെ സംഭവിച്ച ഈ മാറ്റങ്ങളുടെ അടയാളമാണ് നാട്ടിൽ പെരുകുന്ന ഭക്ഷണശാലകൾ. പ്രോട്ടീനുകളും വൈറ്റമിനുകളും മിനറലുകളും ഒന്നും ഇല്ലാത്ത ഉയർന്ന അളവിൽ പഞ്ചസാരയും ഉപ്പും കൊഴുപ്പും അടങ്ങിയിട്ടുള്ള ഹൈ കാലറി ഫുഡ്സ് ആണ് നമ്മൾ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും രുചിയോടെ വാങ്ങി കഴിക്കുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ജങ്ക് ഫുഡ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നവയുമാണ്. ഉപയോഗശൂന്യമായി നമ്മൾ കളയുന്ന വസ്തുക്കളെയാണ് ജങ്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ ഭീഷണികൾ നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ വീട്ടിലെ അമ്മമാർ, മുത്തശ്ശിമാരൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് 3 നേരവും നമ്മൾ നല്ല ഭക്ഷണം കഴിച്ച് നന്നായി നല്ല ആരോഗ്യം സംരക്ഷിച്ചു വന്ന ഒരു തലമുറയാണ്. പക്ഷേ ഇന്ന് ആ കാലമേ മാറി. മോഡേൺ സാങ്കേതിക വിദ്യകളായിരിക്കാം അതിന് കാരണം. മറ്റൊന്ന്, നമുക്ക് സമയമില്ല. ഈ ഒരു സമയക്കുറവ് അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെയധികം അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ല എന്നുള്ള ആ ഒരു ലെയിം എക്സ്ക്യൂസ്, എനിക്ക് തോന്നുന്നത് ഒരു ലെയിം എക്സ്ക്യൂസ് ആണെന്നാണ്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സമയപരിമിതി ഒരു കാരണമാക്കിക്കൊണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോവുക. പ്രത്യേകിച്ചും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള പുറത്തുള്ള ഭക്ഷണം, അതായത് ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമായി കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രുചിയേറിയ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ പ്രധാന ചേരുവകൾ പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് തുടങ്ങിയവയാണ്. ഇതിൽ കൊഴുപ്പിനായി ചേർക്കുന്നത് പ്രധാനമായും ഡാൽഡ, പാം ഓയിൽ, കൃത്രിമ കൊഴുപ്പുകൾ തുടങ്ങിയവയാണ്. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ സമ്മാനിക്കുന്നവയാണ് ഈ കൊഴുപ്പ്. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാവുക ഒബീസിറ്റിയാണ്, അമിതവണ്ണമാണ് ആദ്യം ഉണ്ടാവുക. ഈ ഒബീസിറ്റി വന്നു കഴിഞ്ഞിട്ട് അടുത്തത് ഇറ്റ്സ് എ പ്രീ ഡിസ്പോസിങ് ഫാക്ടർ ഫോർ ഡയബറ്റിക്സ്. അടുത്തത് ഡയബറ്റിക്സിലേക്കുള്ള ഒരു വഴിയാണ്. ഡയബറ്റിക്സ് വന്നു കഴിയുമ്പോഴോ അടുത്തത് കൊളസ്ട്രോൾ ഉണ്ടാവുന്നു. കൊളസ്ട്രോൾ കഴിയുമ്പം BP, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. ഹൈപ്പർ ടെൻഷൻ കഴിഞ്ഞിട്ട് ഹാർട്ടിന്. ഇത് ഇങ്ങനെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിരനിരയായി നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു വാതിലാണ് നമ്മൾ ഔട്ട്സൈഡ് ഭക്ഷണം നമുക്ക് തരുന്നത്. ഈ ഒരു രീതിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ശരീരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അത് ശരിക്കും പറഞ്ഞാൽ ഗ്രാജുവലി ആയിരിക്കും. ഒരു വിതിൻ എ മാറ്റർ ഓഫ് 1 ഇയർ നമുക്ക് ചിലപ്പോൾ ഒരു 2 to 4 kg ആയിരിക്കും കൂടുന്നത്. അത് പിന്നെ ഒരു 8 kg, പിന്നെ അങ്ങ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കൂടുന്നത്. അങ്ങനെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായതിനേക്കാൾ അമിതമായിട്ട് കൊഴുപ്പ് നമ്മളുടെ ഓരോ കോശങ്ങളിലും അടിഞ്ഞുകൂടുക. മറ്റ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ലിവറിന് ചുറ്റിനും ഫാറ്റി ലിവർ ഉണ്ടാവുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. നമ്മളുടെ അനാരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഫാറ്റി ലിവർ. കരൾ രോഗങ്ങളും ജീവിതശൈലിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് പലപ്പോഴും ഒരാൾക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ലിവർ ഫാറ്റി അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള റിപ്പോർട്ടുമായിട്ടാണ് പലപ്പോഴും വരുന്നത്. സ്കാൻ ചെയ്യുന്ന വേറെ പല കാരണങ്ങളാലായിരിക്കും. എന്നിരുന്നാലും അവരുടെ സ്കാൻ റിപ്പോർട്ടിനകത്ത് ലിവർ ഫാറ്റി ലിവറായിട്ട് കാണുന്നുണ്ട്. ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും കാരണത്താൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പിലോ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴും ലിവറിൻ്റെ ടെസ്റ്റുകളിൽ തകരാറ്, പ്രത്യേകിച്ചും SGPT അല്ലെങ്കിൽ ALT എന്ന ടെസ്റ്റ് കൂടിയിരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം കാണിക്കുന്നത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് NAFLD അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മദ്യപാനമാണ് ഈ കരൾ രോഗത്തിന് ഒരു പ്രധാന കാരണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രധാന കാരണം തന്നെയാണ്. എന്നാൽ ഈ മദ്യം ഉപയോഗിക്കാത്ത ആൾക്കാരിലും കരൾ രോഗങ്ങൾ വളരെ സാധാരണ കണ്ടുവരുന്നു.
കരളിനകത്ത് കൊഴുപ്പടിയുന്ന ഇന്ന് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഉള്ള കാരണം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണിപ്പോൾ. ഒന്ന്, എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ്. 2, കഴിക്കുന്ന ആഹാരങ്ങളുടെ അളവ് കൂടുതൽ. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചിട്ട് ശരീരത്തിൽ അടിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ കാലറീസിനെ കത്തിച്ച് കളയണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ശരീരത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും വ്യായാമത്തിൽ കൂടിയാണ്. ഇതില്ലാതെയാകുമ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് അതേപോലെ തുടരുകയും ശരീരത്തിൽ കൊഴുപ്പായിട്ട് ഇത് അടിഞ്ഞുകൂടുകയും ചെയ്യും. ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ കരളിലും ഇത് തീർച്ചയായിട്ടും അടിഞ്ഞുകൂടും കൊഴുപ്പ്. ഈ കൊഴുപ്പ് പലപ്പോഴും കരൾ രോഗങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യാം. കൊച്ചുകുട്ടികൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെടുന്നത് പെപ്സി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബർഗർ അല്ലെങ്കിൽ ഒരു പിസ്സ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പപ്സിൻ്റെ കൂട്ടത്തിൽ ഒരു പെപ്സി. എത്ര റോങ് കോമ്പിനേഷനാണ്. പപ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്താണെങ്കിൽ ഒരു ഗുണവുമില്ല, മറിച്ച് മുഴുവനും ദോഷമാണ്. ചീത്ത കൊളസ്ട്രോളാണ് പപ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഡാൽഡ. അതുപോലെ മൈദ, എല്ലാ ബേക്കറി പ്രോഡക്ട്സും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് 1 ഗ്രാം പോലും, 1 ഗ്രാം പോയിട്ട് 0.1 ഗ്രാം പോലും ഫൈബറില്ല, നാരുകളില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വയ്ക്കുന്ന മസാലകൾ പ്രധാനമായിട്ടും സോസാണ്. ഈ സോസ് ചേർക്കുമ്പോൾ അതിനകത്ത് ധാരാളം ഉപ്പ് അടങ്ങിയിരിക്കുന്നു. പിന്നെ ഈ പെപ്സി, കൊക്കോകോള എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറെ ഹാനികരമായ എല്ലിനെയും പല്ലിനെയും എല്ലാം തന്നെയും നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ തല മുതൽ പാദം വരെ നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സോഡിയം കണ്ടൻറ്റ്, അതിലൂടെ അമിതമായി വണ്ണം ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഡയബറ്റിക്സ് ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അതുപോലെ BP ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ പെപ്സി എന്ന് പറയുന്നത് എല്ല് വളരെ പെട്ടെന്ന് തന്നെ കാൽസ്യത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്രോതസ് നഷ്ടപ്പെടുക. അതായത് ആരോഗ്യമുള്ള എല്ല് തീർച്ചയായും നശിച്ച് എന്താ പറയുക, അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ എല്ല് രോഗം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇതിലൂടെ കിട്ടുകയാണ്. അതുപോലെ പല്ലിനും കേട് വളരെ പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഈ പറഞ്ഞ പെപ്സി, അതുപോലെ കൊക്കോകോള, അതുപോലെ ബർഗർ, ഇങ്ങനെയുള്ള ഒരു റോങ് കോമ്പിനേഷൻ. ഒരിക്കലും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കരുത്.